ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിവേഗ റെയിൽവേക്കുമായിട്ട്. ആ അനൗൺസ്മെൻറ്റ് ബഡ്ജറ്റിൽ വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അത് വരുന്ന സാധാരണ പതിവുമില്ല. കാരണം വളരെ ചെറിയ വർക്ക്, കോസ്റ്റിങ് 8 or 10 crores അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 16th റെയിൽവേ ബോർഡ് പോയിട്ട് മന്ത്രിയെ കണ്ടപ്പോൾ ഇതിനുവേണ്ടിയല്ല ഞാൻ പോയത്, അതിവേഗ റെയിൽവേക്ക് വേണ്ടിയല്ല പോയത്, വേറെ സംഗതിക്ക്. അത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേയിലായിട്ടാണ് പോയത്. ആ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഒന്നും മൂവ് ചെയ്യേണ്ട വളരെ ആവശ്യമുള്ള പ്രോജക്റ്റാണ് കേരളത്തിന്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആക്ഷൻ എടുക്കുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ് ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ കുഴപ്പം, അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിക്കാനോ എന്നോട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. ഉണ്ടാക്കിക്കോട്ടെ, ഉടനെ ഉണ്ടാക്കാമല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് DMRC ഏൽപ്പിക്കുകയാണ് നല്ലത്. കാരണം DMRC ഈ പ്രോജക്റ്റ് 2 പ്രാവശ്യം ഹാൻഡിൽ ചെയ്താണ്, എല്ലാ ഡാറ്റ വരുത്തുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു 8 മാസം കൊണ്ട് തീർക്കും. വേറെ ആര് വന്നാലും ശരി അത് 1.5 കൊല്ലം എടുക്കും. തിരിച്ച് 1 വർഷം കൊണ്ട് ആയിക്കോട്ടെ. അത് അപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇത് കൊടുക്കും, പെർമിഷൻ കൊടുക്കും. അതിന് DMRC ചെയ്യാനാണ് കൊടുക്കുക. എന്നാണല്ല എനിക്കല്ല തരിക, DMRC ഇൻ ടേൺ വിൽ ഗിവ് ഇറ്റ് മീ. അതാണ് എനിക്ക് പറഞ്ഞത്. എന്നിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ പറഞ്ഞു. പേപ്പർ അന്ന് പബ്ലിസിറ്റി കൊടുത്താണല്ലോ പേപ്പറിൽ, ഞാൻ കൊടുത്തതല്ല. ഇല്ല, അത് വേറെ താമസം, അത് അങ്ങനെ പെട്ടെന്ന് വരില്ലേ. ഇല്ല. പക്ഷേ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഞാൻ മടങ്ങി വന്ന ഉടനെ ഞാൻ മന്ത്രിക്ക് ലെറ്റർ അയച്ചു. അദ്ദേഹം നമ്മൾ സംസാരിച്ചല്ലോ, ഇതിനുള്ള സാങ്ഷനോടെ തരണം പറഞ്ഞു. മന്ത്രി ഇല്ലുണ്ടായില്ല, മന്ത്രി 2-3 ദിവസം മുമ്പേ വന്നിട്ടുള്ളേ, ഇതിലില്ല. അദ്ദേഹം അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടേ. ചില സാഹചര്യങ്ങളിൽ അതായത് ബഡ്ജറ്റിലല്ലാതെ പുറത്ത് ഇത്തരത്തിൽ റെയിൽവേ മന്ത്രി ഈ പ്രസ് മീറ്റുകളൊക്കെ വിളിച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. അത്തരം ഒരു പ്രഖ്യാപന നീക്കമായിരിക്കും ഇനി ഉണ്ടാവുക? അല്ലല്ല ഇനി ഉണ്ടാവുക വെച്ചാൽ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ആക്കാൻ അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാണ്. അതിനുള്ള റെഗുലർ ഓർഡർ DMRCക്കാ പോവുക, എനിക്കല്ല വരിക, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ല പോവുക. ഒരു റെഗുലർ ഓർഡർ അയക്കും. ഐ എം എക്സ്പെക്ടിങ് ഇറ്റ് ഇൻ 3-4 വിത്തിൻ എ വീക്ക് ഡെഫിനറ്റ്ലി. ആ ഓർഡർ വരും. DMRC ഇൻ ടേൺ എന്നോട് പറയും, ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, സാറിന് ഞങ്ങൾ സഹായിച്ചാൽ വേണ്ട എടുക്കാൻ വേണ്ട, അവർ ലെറ്റർ അയക്കും. അവരതിനെ സംസാരിച്ച് കഴിയും ഓറലായിട്ട്. നേരിട്ട് റെയിൽവേ മന്ത്രിയായിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തിയതല്ലേ? 16-ാം തീയതി, ജനുവരി 16-ാം തീയതി കാലത്ത് 10:30 മണിക്ക് അദ്ദേഹം ഞാൻ കണ്ടത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്കും ഉടനെ ഒന്നും റിസൾട്ട് വരില്ല. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് ടൈം. ഞാനെന്താ എൻ്റെ ഉദ്ദേശം അറിയോ, ജൂൺ ജൂലൈ മഴ വന്നു, പിന്നെ സർവീസ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് പ്രധാനപ്പെട്ട സർവേ കഴിക്കണം, കഴിക്കണം ഓൺ ദ ഫീൽഡ്. അതിൽ പിന്നെ മഴ കാരണം ചെയ്യാൻ പറ്റില്ല. ഓഫീസൊക്കെ നാളെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തുറന്ന് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും. സാർ ഈ പിന്നെ ഓരോ ജില്ലകളിലും ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യത്തെപ്പറ്റി തീരുമാനം അത് ഞാൻ പ്ലാൻ ഉണ്ടാക്കിയില്ല, അതുണ്ടാവും തീർച്ചയായിട്ടും. സാർ ഇതിന് ശേഷം, അതായത് 16-ാം തീയതിക്ക് ശേഷം പിന്നീട് കേന്ദ്ര മന്ത്രാലയമായിട്ടോ അല്ലെങ്കിൽ മന്ത്രിയുമായിട്ടോ സംസാരിക്കുകയോ ഇതിൻ്റെ ഈ ഫോളോ അപ്പിനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു കഴിഞ്ഞ 5-6 ദിവസം മുമ്പേ മന്ത്രിയെ വിളിച്ചു, മന്ത്രിയുടെ OSD അദ്ദേഹത്തെ വിളിച്ചു. എന്തായി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളുണ്ടായിരുന്ന പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യാൻ നോക്കിയില്ല, കാരണം ആ മന്ത്രി അന്ന് പോയതാണ് പുറത്ത്. ഞാൻ സംസാരിച്ചത് അദ്ദേഹം മടങ്ങി വന്നിട്ടുള്ളൂ. മടങ്ങി വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്താൽ ഞാൻ ഒരു ലെറ്റർ എഴുതിയില്ല, ആ ലെറ്റർ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉടനെ വേഗം എക്സ്ട്രാ കഥ പറഞ്ഞോളൂ. സാർ ഈ RRT തത്വത്തിൽ RRTക്ക് അംഗീകാരം നൽകിയതിന് ശേഷം സാറ് ഈ കേന്ദ്ര ആരംഗീകാരം കൊടുത്തു? സംസ്ഥാന മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയില്ല, മന്ത്രിസഭ കൊടുത്തു. അതിലൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. അതിനുശേഷം സാറ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു? ഇല്ല അതിനായിട്ടൊരു ബന്ധമില്ലേ, രണ്ടും ഒരുപോലെ വരാനുള്ള സാധ്യത എന്തെങ്കിലും? ഇല്ല ഒട്ടുമില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അല്ല RRT എന്തും ഏതായാലും വരില്ല. RRT എന്ന് പറഞ്ഞാൽ അത് വെറും സബർബൻ ട്രാഫിക്കാണ്, അതിനുള്ളതാണ്. അത് നമുക്ക് ചോദിച്ചതല്ല. അതിൻ്റെ ആവറേജ് സ്പീഡ് ഒരു
50 കിലോമീറ്റർ 55 കിലോമീറ്റർ ആവറേജ് സ്പീഡേ ഉള്ളൂ. നമ്മൾ 200 കിലോമീറ്റർ സ്പീഡിലാണ് സംസാരിക്കുന്നത്.